ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്പ് സ്പേസ്. അപ്പോൾ റെയിൻ ഡ്രോപ്പ് സ്പേസിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ നമ്മളുടെ നഴ്സസിനുള്ള ലോക്കൽ ഹയറിങ് സ്റ്റാർട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2 വർഷം മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ NOC കൊടുക്കാനായിട്ട് സാധിക്കാതെയും പോയിട്ടുള്ള ആൾക്കാർക്കും ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഇമെയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇമെയിൽ ചെക്ക് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇടയ്ക്കൊന്ന് ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഇമെയിൽ വരുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കും ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് അതിനകത്ത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള സിവിൽ ID, അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്, എക്സ്പീരിയൻസ് ഡോക്യുമെൻറ്റ്, അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ കരുതണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ വിൽ ആസ്ക് നിങ്ങളുടെ സിവിൽ ID നിങ്ങൾ കാണിക്കാനായിട്ട് പറയാം. ചിലപ്പോൾ വേണമെങ്കിൽ പാസ്പോർട്ട് ആയിരിക്കാം നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡോക്യുമെൻ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളത് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ആ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അടുത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് അവരൊരു കണ്ടീഷൻ പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫിൽറ്ററോ ബാക്ക്ഗ്രൗണ്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതില്ലാതെ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് ത്രൂ ആണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മോഡ്. അതായത് പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് ടീംസ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസും അതും കാര്യങ്ങളെല്ലാം എപ്പോഴും നമ്മൾ ഏത് ഒരു ഇൻ്റർവ്യൂവിൻ്റെയും പോലെ തന്നെ നിങ്ങളതിനൊരു പ്രിപ്പറേഷൻ എന്ന നിലയിൽ ആദ്യം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അവരെന്ത് ചോദിച്ചാലും നിങ്ങളത് പറയാനായിട്ടുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് റിക്കളക്ട് ചെയ്ത് മെമ്മറൈസ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിച്ചതിന് ശേഷം എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ പേഷ്യൻറ്റിനെ എങ്ങനെ കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് കെയറിങ് കൊടുക്കുന്നത്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൺസേൺ എടുക്കേണ്ടത്, അതൊക്കെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് പറയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ നിങ്ങളൊരു കാഷ്വാലിറ്റിയിലാണെങ്കിൽ കാഷ്വാലിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു OPD ബേസ്ഡ് ഏരിയസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെൻറ്റൽ ക്ലിനിക്കിലാണെങ്കിൽ ഡെൻറ്റൽ ക്ലിനിക്കിൽ, അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് മാത്രം കാര്യങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക.